പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കഴിഞ്ഞ ദിവസമാണ് 19 സ്റ്റോപ്പേജ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടത്. 19 സ്റ്റോപ്പേജ് പറഞ്ഞ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന ജംഷഡ്പൂരിന്റെ മുൻ വിദേശ താരത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. താരത്തിന് ഒരു പ്രീ കോൺട്രാക്ട് ആണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ താരവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം 19 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ കപ്പിൽ സെർജിയോ കാസ്റ്റൽ കളിച്ചേക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോ തന്നെ കടക്കാം. എന്നാൽ സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന സ്പാനിഷ് സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസമാണ് 19 സ്റ്റോപ്പേജ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എല്ലാവരെയും അറിയിച്ചത്. എന്തായാലും താരത്തിന് നിലവിൽ ഒരു പ്രീ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൽകിയിട്ടുള്ളതെന്നാണ് 19 സ്റ്റോപ്പേജ് അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ താരം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചേക്കും എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ താരം ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പെപ്ര ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല. എന്നാലും പെപ്ര ജോയിൻ ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സെർജിയോ കാസ്റ്റൽ സൂപ്പർ കപ്പിന് കളിക്കുന്നത് കൊണ്ടാണെന്നാണ് നിലവിൽ അപ്ഡേറ്റ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പെപ്ര ഇതുവരെയാണ് ജോയിൻ ചെയ്തിട്ടില്ല. പെപ്രയുടെ പകരക്കാരനായിട്ടാണ് അടുത്ത സീസണിലേക്ക് സെർജിയോ കാസ്റ്റലിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നതെന്നാണ് KL ഇന്ത്യ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ താരം എത്തുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം പെപ്ര എത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിട്ടു. അദ്ദേഹത്തിൻ്റെ അവസാന ലീഗ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരമായിരുന്നു എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും. എന്തായാലും ഇപ്പോൾ പെപ്രയ്ക്ക് പകരക്കാരനായിട്ടാണ് സെർജിയോ കാസ്റ്റലിനെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും സെർജിയോ കാസ്റ്റൽ ഇപ്പോൾ സൂപ്പർ കപ്പിൽ കളിച്ചേക്കും എന്നുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്.